സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ പേര് ദിൽന. എൻ്റെ വീട് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ എന്ന സ്ഥലത്താണ്. എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഹസ്ബൻഡിൻ്റെ വീട് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി കിളേന്ദ്ര എന്ന സ്ഥലത്താണ്. ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണുള്ളത് കേട്ടോ. ഇവിടെ ഇപ്പോൾ വൈകുന്നേരം സമയമാണ്. നിങ്ങളുടെ അവിടെയൊക്കെ മഴ പെയ്യാൻ തുടങ്ങിയോ? എത്ര പേർക്ക് മഴയൊക്കെ കിട്ടിയിട്ടുണ്ട്? ഇപ്പോൾ നല്ലൊരു ചൂട് കാലാവസ്ഥയൊക്കെയല്ലേ, അപ്പോൾ ഒരു ചെറിയ മഴയൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ തണുപ്പും ഇതൊക്കെ ആയിട്ട് നല്ലൊരു ഫീലിംഗ് അല്ലേ അല്ലേ? നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഒന്ന് പറയണേ. ഞാനിപ്പോൾ വീടിൻ്റെ ബാൽക്കണിയിലാണ് ഉള്ളത്. എവിടെ ഭിത്തി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ചെറുതായിട്ട് ഹൈറ്റൊക്കെ ഇച്ചിരി പേടിയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ അധികം അറ്റത്തേക്ക് പോകുന്നില്ല. ഇപ്പം കുറച്ച് വലുതായിട്ട് മഴ പെയ്ത് കഴിഞ്ഞ് ഒന്ന് നിന്ന് വീണ്ടും ചെറുതായിട്ടൊന്ന് പെയ്ത് തുടങ്ങുന്ന ഒരു അവസ്ഥയിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും മഴ തുടങ്ങുന്നതിൻ്റെ ഒരു സീനാണിത്. ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ബോഗൺവില്ല നല്ല രസമില്ലേ കാണാൻ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോഗൺവില്ല. നിങ്ങളുടെ അവിടെയൊക്കെ വീട്ടിൽ ബോഗൺവില്ല ഉണ്ട്? മഴ പെയ്യുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ കുറേ കാലത്തിന് ശേഷം മഴയൊക്കെ കാണുമ്പോൾ രസമല്ലേ അല്ലേ? കുറച്ച് നേരം ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ എണീറ്റപ്പോൾ ഇതാണ്ട് നല്ല മഴ, കാറ്റ്. കുറേ കാലം കൂടി മഴ പെയ്യുമ്പോൾ ഈ മണ്ണിൻ്റെ മണം ഇങ്ങനെ വരില്ലേ, ആ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെറിയൊരു തണുപ്പും ഇങ്ങനെ കോടയൊക്കെ വരുന്ന പോലത്തെ ഒരു സീനൊക്കെ ആയിട്ട് നല്ല രസമില്ലല്ലേ കാണാൻ? ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരുടെയൊക്കെ വീട്ടിൽ മഴയുണ്ടെന്നൊന്ന് പറയണേ. ഇങ്ങനെ മഴ കണ്ട് ആസ്വദിച്ച് കൂടി ഒരു ചായയൊക്കെ കുടിച്ചിരിക്കാൻ എത്ര പേർക്ക് ഇഷ്ടമുണ്ടാവും? ചെറിയ മിന്നലൊക്കെ വരുന്നുണ്ട്. എനിക്ക് ഫോൺ യൂസ് ചെയ്യാൻ ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. ഷോക്ക് അടിക്കില്ല എന്നൊക്കെ ഒന്നുമില്ല, എന്നാലും ചെറിയൊരു ടെൻഷൻ. കുറേ കാലം കൂടിയാണ് മഴ ഇങ്ങനെ കാണുന്നത്, കുറച്ച് ശക്തിയിൽ പെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ചെറുതായിട്ട് മഴ പെയ്ത് പോയായിരുന്നു. ഇപ്പം അത്യാവശ്യം നല്ല ഒരു തണുപ്പും കാറ്റും ഒക്കെ വരുന്ന ഒരു നല്ലൊരു മഴയാണ്. ഇപ്പം ഇങ്ങനെ കുറേ കാലം കൂടിയിട്ട് ഇങ്ങനെ മഴ പെയ്ത് കാറ്റൊക്കെ അടിച്ചൊരു കാലാവസ്ഥയൊക്കെ വന്നപ്പോൾ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്ക് ഇങ്ങനത്തെ ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ സമയത്ത് ചൂടെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ചൂടിൻ്റെ ആളാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നല്ല വ്യൂ കാണാൻ പറ്റും. നേരെ മുമ്പിലൊരു വീടൊക്കെ ഉണ്ട്. രാത്രിയിൽ ആ വീട് ലൈറ്റൊക്കെ ഇട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇതിപ്പോൾ കൂട്ടുപുഴ കർണാടക റോഡാണ് കേട്ടോ ഞങ്ങളുടെ ഈ വീടിന് മുമ്പിൽ കൂടി പോകുന്നത്. വീടിൻ്റെ മേളിൽ കയറി നിന്ന് ഇവിടുത്തെ മഴയൊക്കെ കണ്ടിട്ട് ഞങ്ങളുടെ കുഞ്ഞതിഥി, ഇവൻ്റെ പേരാണ് കേട്ടോ ലാവി. എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഇവൻ്റെ ഒരു ചെറിയ വീഡിയോ ഉണ്ടായിരുന്നു. അവനും ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റ് വന്നിരിക്കുകയാണ്. അവനും പിന്നെ ഹൈറ്റ് പേടിയാണ്, അതുകൊണ്ട് അധികം അവൻ അടുത്തേക്ക് വരില്ല, അവിടെ തന്നെ നിൽക്കും. ബായോ. ഈ ഇഴയിലാണ് ഇവൻ്റെ ചില നേരത്തെ പരിപാടി. ഭയങ്കര സ്നേഹപ്രകടനാണ്. എപ്പോഴും ഭയങ്കര നക്കലും പരിപാടികളൊക്കെയാണ്. ഞാൻ ഇത്ര കുഞ്ഞു പട്ടീനെ ആദ്യമായിട്ടാണ് കേട്ടോ വാങ്ങി വളർത്തുന്നത്. എൻ്റെ അവൻ്റെ കളിയും ഇതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഇപ്പം എൻ്റെ എൻ്റർടൈൻമെൻറ്റ് ഇവനാണ്. ഭയങ്കര കുരുത്തക്കേടാണ്. ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റൻ്റെ ക്ഷീണത്തിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. ലവി. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ വണ്ടികളൊക്കെ പോകുന്ന സൗണ്ടൊക്കെ നല്ല വലിയ സൗണ്ടെല്ലാം കേൾക്കാം രാത്രിയിലെല്ലാം. ഇത് ഹൈവേ ആയതുകൊണ്ട് രാത്രിയിലെല്ലാം വലിയ വലിയ ബസ്, ലോറി, വണ്ടികളെല്ലാം പോകുന്ന സൗണ്ട് നമുക്ക് കേട്ട്. ആദ്യമൊക്കെ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഈ സൗണ്ടെല്ലാം കേട്ട് ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം അതൊക്കെ ശീലമായി. അവർ റോട്ടിൽ കൂടി പോകുന്നു, നമ്മളിവിടെ വീട്ടിൽ കിടന്നുറങ്ങുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണല്ലേ?
അപ്പോൾ ഇവിടുന്ന് ഈ കാഴ്ച ഇവിടുന്ന് ഇങ്ങനെ നല്ല ഒരു രാത്രിയാകുന്നൊരു സമയത്തും അല്ലെങ്കിൽ നേരം വിളിക്കുന്ന സമയത്തൊക്കെ നല്ലൊരു വ്യൂ ആണ്. നല്ല രസമാണ് കാണാൻ. ഇതുപോലെ വീടിൻ്റെ ഏറ്റവും മേളിൽ കയറി നിന്നാൽ ഇവിടുത്തെ എല്ലാ കാഴ്ചയും നന്നായിട്ട് കാണാൻ പറ്റും. ഫുള്ള് പച്ചപ്പ് നിറഞ്ഞൊരിത്, ഇങ്ങനത്തെ ഒരു ഫുൾ പച്ചപ്പൊക്കെ ആയിട്ട് നിൽക്കുന്ന അതിൻ്റെ നടുക്കൊരു വീട്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ വീടും ഇതേപോലെ തന്നെയാണ് കേട്ടോ. കുറേ കാടും മരങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ നടുക്കാണ് എൻ്റെ വീടും ഉള്ളത്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴും അതേപോലെ തന്നെ വീട് കിട്ടി. ഇങ്ങനെ നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് വൈകുന്നേരമൊക്കെ ഇങ്ങനെ ചെറിയ നടത്തമൊക്കെ നടന്ന് ഇനി ഇതിലിങ്ങനെ ചുറ്റിപ്പറ്റിയൊക്കെ ഇങ്ങനെ നടക്കാം. ഹായ്, ഇപ്പം മഴയൊക്കെ കിട്ടി, ചെറിയൊരു തണുപ്പൊക്കെ കിട്ടി. ഞാൻ പൊതുവെ ഇങ്ങനെ ചൂടിൻ്റെ ആളെന്ന് പറഞ്ഞത് എൻ്റെ ബോഡിയിൽ തണുപ്പ് കാലമായാലും തണുപ്പ് കാലത്താണ് എനിക്ക് ചൂടുകുരു വരാറുള്ളത്. ഇപ്പോൾ ചൂടുകാലവും കൂടി ആയതുകൊണ്ട് വല്ലാണ്ട് ചൂടുകുരു വന്നിട്ട് ഞാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ കുറച്ച് കാറ്റൊക്കെ വരുമ്പോൾ ഒരാശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചൂടിൻ്റെ ആളാന്ന് പറഞ്ഞത്, വേറെ ഒന്നും വിചാരിക്കണ്ടേ. അപ്പോൾ ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. എന്നെ അറിയാവുന്നവരും അറിയാത്തവരുമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. ദിൽമേ ഒഫീഷ്യൽ എന്നാണ് ചാനലിൻ്റെ പേര്. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാകണം. ഇപ്പം മഴയും ഇതൊക്കെ വരുന്നുണ്ട്, ചൂട് കാലാവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും ഹെൽത്തൊക്കെ നന്നായി നോക്കി, വെള്ളമെല്ലാം കുടിച്ച് നല്ല ഫുഡൊക്കെ കഴിച്ച് ഹെൽത്തൊക്കെ നന്നായി നോക്കി ഹാപ്പി ആയിട്ട് ഇരിക്കണം. നിങ്ങളുടെ ആരുടെയൊക്കെ വീട്ടിൽ എത്ര പെറ്റ്സൊക്കെ ഉണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ്, എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ വന്നതാണ്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.